രാജനന്ദിനി ഗായത്രി ദേവി അമ്മയുടെ മകളാണ്. രവിചന്ദ്രവർമ്മൻ അവരുടെ മകനല്ല, മരുമകനാണ്. അദ്ദേഹം ആ കുടുംബത്തിൽ മരുമകനായി വന്ന് ഇപ്പോൾ മകനായി കഴിയുന്നു. അതാണ് സത്യം. ദയവ് ചെയ്ത് ഇത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം ആരോടും പറയരുത്. അതുപോലെ ഇത് താനറിഞ്ഞ കാര്യവും പുറത്താരും അറിയരുത്. കാരണം ഇതൊക്കെ പണ്ടേ കഴിഞ്ഞുപോയ കഥകളാണ്. ഇനിയും കുത്തിപ്പൊക്കിയാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയുള്ളൂ. താനൊന്നും അറിഞ്ഞിട്ടുമില്ല, ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല. ഇത് ഇവിടെ തന്നെ അവസാനിപ്പിക്കണം, പ്ലീസ്. കേട്ടതൊക്കെ പ്രതീക്ഷിക്കാത്ത കാര്യം തന്നെയാണ്. പക്ഷെ ആ സാർ അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് വെച്ച് രവിവർമ്മൻ സാറിൽ നിന്ന് അകന്നു കഴിയാനാണോ നീ തീരുമാനിച്ചിരിക്കുന്നത്? സോറി, എനിക്കെന്തോ ഇതൊന്നും ശരിയാണെന്ന് തോന്നുന്നില്ല ശ്രീ. നീ ഓവർ റിയാക്ട് ചെയ്യാണെന്നേ ഞാൻ പറയൂ. സമ്മതിക്കുന്നു, ഞാനും ഇത് ശരിയാണെന്ന് പറയുന്നില്ല കൃഷ്ണ. പക്ഷെ ഭാവിയിൽ എല്ലാം ശരിയാകണമെങ്കിൽ ഇപ്പൊ ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തേ പറ്റൂ. കാരണം രാമമൂർത്തി സാറിനും ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. ഇപ്പൊ സാറിന് അറിയാവുന്ന കുറച്ചു കാര്യങ്ങളെ സാറ് പറഞ്ഞുള്ളൂ. അത് തന്നെ വളരെ ഭയത്തോടെയാ പറഞ്ഞത്. അതെന്തിനാണെന്ന് അറിയില്ല എനിക്കിപ്പോഴും. സത്യം പറഞ്ഞാൽ എനിക്ക് രവിസാറിനടുത്ത് ദേഷ്യമല്ല കൃഷ്ണ, സങ്കടം മാത്രമുള്ളത്. അദ്ദേഹത്തിന്റെ കണ്ണിൽ യഥാർത്ഥ പ്രണയം എന്താണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നോടുള്ള കെയറിങ്ങിനെയും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഈ വലിയ സത്യം എന്തിനാണ് സാർ ഒളിപ്പിച്ചു വെക്കുന്നതെന്ന് എനിക്കറിഞ്ഞേ പറ്റൂ. അല്ലെങ്കിൽ ഇക്കാര്യം ഒളിപ്പിച്ചു വെക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. രവി സാറ് ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല കൃഷ്ണ. നീ ചോദിച്ചില്ലേ ഞാൻ രവി സാറിൽ നിന്നും അകന്നു നിൽക്കുകയാണോന്ന്? അത് സത്യമാണ്. പക്ഷെ അകന്നു നിന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തോടൊപ്പം എന്നും ഞാനുണ്ടാവും. ഞാൻ എവിടെ പോയി ജീവിച്ചാലും എന്നെ നോക്കൂ എന്നാ സാറ് പറഞ്ഞിട്ടുള്ളത്. ഞാനും അതുപോലെ തന്നെ തിരിച്ചും ചെയ്യും. നിനക്ക് വിശ്വസിക്കാം. ദാറ്റ്സ് ഗുഡ്. എനിക്കത് കേട്ടാ മതി. നിനക്കൊരിക്കലും രവിസാറിനെ മറക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇനിയിപ്പോ നിനക്ക് എന്ത് ശരിയെന്ന് തോന്നുന്നുവോ അത് തന്നെ നീ ചെയ്യ. ഒപ്പം ഞാനും ഉണ്ടാവുന്ന വാക്ക് തരുന്നു. താങ്ക്സ് കൃഷ്ണ, താങ്ക് യു വെരി മച്ച്. വാസ്തവത്തിൽ നിനക്ക് മാത്രമല്ല താങ്ക്സ് പറയേണ്ടത്. ആ ഒറിജിനൽ ഡോക്യുമെന്റ് കണ്ടെത്താൻ സച്ചിയും എന്നെ സഹായിച്ചു. സച്ചിയോട് മനസ്സിൽ നന്ദി. പക്ഷേ വിവാഹം മുടങ്ങിയതിന്റെ പേരിൽ മാത്രം താൻ തളർന്നു പോകരുത്. ജീവിതത്തിൽ ചിലപ്പോൾ ഇതുപോലത്തെ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ നമ്മൾ അതിനെയെല്ലാം അതിജീവിക്കാനുള്ള കരുത്ത് നേടിയേ പറ്റൂ. താങ്ക് യു സർ. തളരാതിരിക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക.
ആ അതിനു വേണ്ടത് ആത്മവിശ്വാസമാണ്. അത് കിട്ടണമെങ്കിൽ എനിക്ക് സാറിന്റെ സഹായം വേണം. അതിനുള്ള അപേക്ഷയായിട്ടാ ഞാനിപ്പോ വന്നത്. എന്റെ സഹായമോ? അതെങ്ങനെ? മനസ്സിലായില്ല. എനിക്ക് രവിവർമ്മൻ സാറിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയണം സർ. അത് സാറിനോടല്ലാതെ വേറെ ആരോട് അന്വേഷിക്കണമെന്ന് എനിക്കറിയില്ല. പ്ലീസ് സർ, യു ഷുഡ് ഹെൽപ്പ് മീ. രവിവർമ്മൻ സാറ് തന്റെ സ്വന്തം വ്യക്തിത്വത്തെ മറച്ചുവെച്ച് ജീവിക്കുന്നതിന്റെ ആവശ്യം എന്താണ്? എന്താണ് അതുകൊണ്ട് അദ്ദേഹത്തിനുള്ള നേട്ടം? ശ്രീലക്ഷ്മി, താൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലാണ് ഇടപെടുന്നത്. പഴയ കാര്യങ്ങൾ ചികഞ്ഞു നോക്കാൻ ശ്രമിക്കരുതെന്ന് അന്നേ ഞാൻ പറഞ്ഞതല്ലേ. പഴയതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു എന്ന് വെച്ച് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇറ്റ് മേക്സ് നോ ഡിഫറൻസ് അറ്റ് ഓൾ. എന്റെ മനസ്സിന് മാറ്റം സംഭവിക്കും സർ. ഒരു വലിയ സത്യം ഒളിച്ചു വെച്ച് ജീവിക്കുന്ന ആളെയാ ഞാൻ എന്റെ ബോസ് എന്ന് വിളിക്കുന്നത്. അത് മാത്രല്ല സർ കാര്യം, ഞാൻ അദ്ദേഹത്തെയും അദ്ദേഹം എന്നെയും പരസ്പരം ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ആ രഹസ്യം എന്താണെന്ന് അറിയാതെ എനിക്ക് എങ്ങനെ അദ്ദേഹത്തെ അംഗീകരിക്കാൻ പറ്റും? എനിക്ക് ആ രഹസ്യം അറിഞ്ഞേ പറ്റൂ സർ. പ്ലീസ് ഹെൽപ്പ് മീ സർ, പ്ലീസ്. രവിവർമ്മൻ സാറിന്റെ ആദ്യത്തെ പേര് സഞ്ജയ് എന്നായിരുന്നു. സഞ്ജയ് എവിടുന്ന് വന്നു, എങ്ങനെ നമ്മുടെ ഫാക്ടറിയിൽ ജോയിൻ ചെയ്തു എന്നൊന്നും കൃത്യമായി എനിക്കറിയില്ല. പക്ഷേ വളരെ സത്യസന്ധതയുള്ള ഒരു തൊഴിലാളിയായിരുന്നു അദ്ദേഹം. സത്യസന്ധൻ മാത്രമല്ല, ജോലിയിലും മിടുമിടുക്കനായിരുന്നു ആള്. ഗൗരിദാസ് എന്ന GD അപ്പോ നമ്മുടെ കമ്പനിയുടെ ഒരു പാർട്ണറായിരുന്നു. അയാൾ ഫാക്ടറി തൊഴിലാളികളുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ഫണ്ടിനെ ദുർവിനിയോഗം ചെയ്തു. വർഷങ്ങളായുള്ള GDയുടെ കള്ളത്തരങ്ങൾ കണ്ടുപിടിച്ചത് നമ്മുടെ ഈ സഞ്ജയ് സാറാണ്. അങ്ങനെ സഞ്ജയ് എന്ന ചെറുപ്പക്കാരൻ രാജനന്ദിനി കുഞ്ഞിന് പ്രിയപ്പെട്ടവനായി മാറി. വളരെ വൈകാതെ തന്നെ സഞ്ജയിനെ രവിചന്ദ്ര വർമ്മൻ എന്ന് രാജനന്ദിനി കുഞ്ഞ് പേരുമാറ്റി. തുടർന്നായിരുന്നു അവരുടെ വിവാഹം. പിന്നീട് സഞ്ജയ് എന്ന രവിചന്ദ്രവർമ്മൻ കമ്പനിയുടെ ബോർഡ് മെമ്പറും MDയും ഒക്കെയായി. അതിനുശേഷമാണ് രാജനന്ദിനി കുഞ്ഞ് മരണമടഞ്ഞത്. അതിനെക്കുറിച്ച് പലർക്കും പല അഭിപ്രായങ്ങളുണ്ട്. സത്യമെന്താണെന്നും കള്ളമെന്താണെന്നും എനിക്കറിയില്ല. ഏതായാലും എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഇത്രമാത്രമാണ്. തനിക്കിത് ഉപകാരപ്പെടുമെങ്കിൽ സന്തോഷം മാത്രം. പിള്ളേരെന്ത് പറ്റി ഈ നേരത്ത്? ഇതിപ്പോ ബ്ലോക്ക് ചെയ്യാനോ റിമൂവ് ചെയ്യാനോ എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ലല്ലോ. ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു നോക്കട്ടെ.
ശ്രീചിത്തി. എന്താ രണ്ടാളും രാത്രി പുറത്ത്? അതെ, അധികം പുറത്ത് നിക്കണ്ട, വീട്ടിൽ അത്താഴം മുടങ്ങും. തമാശയൊക്കെ പിന്നെ. ദേ, നീ ഇത് നോക്കി എന്താന്ന്. വാ. ഈശ്വര, ഇത് പ്രശ്നമാണല്ലോ. ഇനി എന്ത് ചെയ്യും കൃഷ്ണ? ആ സംഗതി നമ്മുടെ കയ്യിൽ നിന്നൊക്കെ പോയടി. ആകെ നാണക്കേടാവുന്ന ഉറപ്പാ. കല്യാണത്തിന് ഒരുപിടി ആൾക്കാർ കണ്ടതുപോലെ അല്ല ഇത്. സംഗതി വൈറല. അതല്ല കൃഷ്ണ, ഇതിപ്പോ എന്നെക്കാളും എഫക്ട് ചെയ്യുന്നത് രവി സാറിനെയാ. വീഡിയോ എല്ലാരും കണ്ടാ പിന്നെ രവി സാറിനും കുടുംബത്തിനും ഈ നാട്ടില് തല ഉയർത്തി നടക്കാൻ പറ്റുമോ? അവിടെ ഇന്ന് ഇതിന്റെ പേരില് ഒരു കലാപം ഉറപ്പാ. മേബിൾ, എന്തൊക്കെയുണ്ട് വിശേഷം? നിന്റെ അങ്ങേര് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് മടങ്ങി വന്നോ? ചാനലിലോ? ഏത് യൂട്യൂബ് ചാനല്? അയ്യോ, കണ്ടില്ലല്ലോ. ഒരു മിനിറ്റ്, ഞാനൊന്ന് നോക്കട്ടെ. Oh my God, ഇത് പബ്ലിക് ആയോ? മുതലല്ലോ. എന്താ മോളെ, എന്തു പറ്റി? എന്താ രേഖ, വാട്ട് ഹാപ്പൻ? ഇനി ഇതിൽ കൂടുതൽ എന്ത് പറ്റാനാ? നോക്ക്, പുന്നാരമോന്റെ ലീലാവിലാസങ്ങള് നാട്ടുകാരുടെ മുമ്പിൽ സിനിമ പോലെ വന്നിട്ടുണ്ട്. നോക്കി പഠിക്ക്. ചേട്ടായുടെ കയ്യിൽ നിന്നും ഇതുപോലെ പലതും കാണും പഠിക്കാൻ. എന്റെ ഭഗവാനെ, അന്നാ കല്യാണ മണ്ഡപത്തിൽ വെച്ച് 100-200 പേരെ ഇത് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോ കോടിക്കണക്കിന് ആൾക്കാരാ കാണാൻ പോകുന്നത്. അതോടെ മാനം കപ്പലേറുമെന്നുള്ളത് ഉറപ്പാ. എവിടെയെങ്കിലും കിടക്കുന്നവരെ വീട്ടിൽ വിളിച്ചു കയറ്റി താമസിപ്പിക്കുമ്പോ ചിന്തിക്കണമായിരുന്നു. വർമ്മൻ കുടുംബത്തിനെ മുഴുവനുമാ നിങ്ങളുടെ ഈ പുന്നാരമോൻ നാണം കെടുത്തി വെച്ചിരിക്കുന്നത്. അമ്മ, ഐ നോ. പക്ഷെ ഞാൻ അതിലിപ്പോ എന്ത് ചെയ്യണമെന്ന് അമ്മ പറയുന്നേ? ഈ വീട്ടിലെ സെറ്റപ്പ് അങ്ങനെ ആയിപ്പോയി. ശരി, ഞാൻ പറയാം. നടക്കൂന്ന് എനിക്ക് അറിഞ്ഞൂടാ. ട്രൈ ചെയ്യാം. അത്ര എനിക്കിപ്പോ പറയാൻ പറ്റൂ. ശരി, ഞാൻ വിളിക്കാം. താൻ ഇവിടെ വന്നിരിക്കുകയാണോ? അതെ, എനിക്ക് ഹോട്ടൽ ഒബ്രോണിൽ ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. രത്തൻ തെയ്യം ഫ്രം ബീഹാർ.
ഒരു മൾട്ടി ക്രോർ പ്രോജക്റ്റാ. ഞാൻ പോയിട്ട് വരാം. രഘു നിന്നെ പറയട്ടെ. ആ, എനിക്കൊരല്പം സംസാരിക്കാനുണ്ട്. എന്താ രേഖ, എന്തു പറ്റി? ഇതിലപ്പുറം ഇനി എന്ത് പറ്റാനാ? അത്രയ്ക്ക് മോശമല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നെ? ആ, രേഖ കാര്യം പറയേ. എനിക്ക് പോണം. ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ്. അതെ, എന്റെ ഫാമിലിയിൽ നിന്ന് ഇപ്പൊ തന്നെ 10-15 കോള് വന്നു കഴിഞ്ഞു. എന്തു പറ്റി? വാട്ട്സ് ദ മാറ്റർ? ബന്ധുക്കൾ ആർക്കെങ്കിലും ആക്സിഡന്റ് പറ്റിയോ? അതോ ആരെങ്കിലും മരിച്ചോ? കഷ്ടം. ഒന്നും അറിയാത്ത പോലെ കൊച്ചു കുട്ടിയല്ലേ. അതെ, ആക്സിഡന്റ് മരണം ഒന്നും അല്ല. നിങ്ങളുടെ പുന്നാര ചേട്ടായിയുടെ റൊമാൻസ് വീഡിയോ കണ്ടിട്ട് വിളിച്ചത്. അത് സത്യമാണോന്നറിയാം. മറുപടി പറഞ്ഞു പറഞ്ഞു തൊലി പൊളിഞ്ഞു പോയി എനിക്ക്. ഓ മൈ ഗോഡ്. എന്റെ രേഖ, അതിനെ നമ്മൾ അത്ര സീരിയസ് ആയിട്ട് എടുക്കണ്ട പ്ലീസ്. അത് കഴിഞ്ഞു പോയ കാര്യമല്ലേ. സോറി, ബുദ്ധിയും സ്ഥിരതയില്ലാത്ത രഘുവിന് അത് സീരിയസ് അല്ലായിരിക്കാം. പക്ഷെ മറ്റുള്ളവർക്ക് അത് വളരെ സീരിയസ് ആണ്. നോണം കെട്ട ഏർപ്പാട്. ശരി, എന്തോ ആയിക്കോട്ടെ. അതിന് നമ്മളിപ്പോ എന്ത് ചെയ്യണമെന്നാ താനീ പറയുന്നത്? പറയുന്നതല്ല, തീരുമാനിക്കുന്നത്. കുടുംബത്തിന് ഇത്ര അപമാനം ഉണ്ടാക്കി നിങ്ങളുടെ ചേട്ടായില്ലേ രവിചന്ദ്രവർമ്മൻ എന്ന ആ വൃത്തികെട്ട മനുഷ്യൻ. അയാൾ ഇനി ഈ വീട്ടിൽ താമസിക്കാൻ പാടില്ല. വാട്ട്? രേഖ, താൻ അനാവശ്യം പറയരുത്. എനിക്കെന്റെ ദേഷ്യം വരും കേട്ടോ. ഇതിൽ ഒരു അനാവശ്യമില്ല. ദേഷ്യം വന്നിട്ടും കാര്യമില്ല. രഘുവിന് ഇപ്പോഴും രഘുവിന്റെ വില തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ടാ. ആക്ച്വലി അയാൾ ഈ വീട്ടിൽ ആരാണ്? രഘുവിന്റെ സ്വന്തം ബ്രദറൊന്നും അല്ലല്ലോ. പിന്നെ ഇത്ര ഫീൽ ചെയ്യേണ്ട കാര്യം എന്താ? രേഖ, അദ്ദേഹം എന്റെ സഹോദരിയുടെ ഹസ്ബൻഡാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് ജ്യേഷ്ഠ തുല്യനായ മനുഷ്യൻ. എനിക്ക് ഫീൽ ചെയ്യും. എന്തിന്? സഹോദരി മരണപ്പെട്ടു, അവർക്ക് കുട്ടികളുമില്ല. പിന്നെ അയാൾക്ക് എന്താ ഈ വീട്ടിൽ അധികാരം? അയാൾ പിന്നെന്തിനാ ഈ വീട്ടിൽ വലിഞ്ഞു കയറി വന്ന് താമസിക്കുന്നത്? രേഖ, സ്റ്റോപ്പ് ഇറ്റ്. താൻ അതിര് കിടക്കുന്നു. നോ, നിങ്ങൾ അമ്മയും മകനുമാ അതിര് കടന്ന് അയാളെ ഇവിടെ പിടിച്ച് താമസിപ്പിച്ചിരിക്കുന്ന. ആ ശ്രീലക്ഷ്മി പറഞ്ഞതാണ് സത്യം. സ്വന്തം വ്യക്തിത്വം ഒളിപ്പിച്ചു വെച്ച് ജീവിക്കുന്ന ഒരാളെ എങ്ങനെ കണ്ണു അടച്ച് വിശ്വസിക്കും നമ്മള്? എനിക്കിപ്പോ അയാളെ കാണുന്നത് തന്നെ പേടിയാ. ലോകത്തെവിടെയെങ്കിലും മരുമകനായ ഒരാള് മകൻ എന്ന വ്യാജ പേരിൽ ഇങ്ങനെ ജീവിക്കോ? ഹീസ് എ ചീറ്റ്. പറ്റില്ല. എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ടേ ഞാൻ നിർത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്റെ വീട്ടിൽ പൊയ്ക്കോളാം. എന്തൊക്കെയോ നിഗൂഢതകളുള്ള ഒരാൾ താമസിക്കുന്ന ഈ വീട്ടിൽ ജീവിക്കാൻ എനിക്ക് ഭയമുണ്ട്. നാളെ എനിക്ക് വേണമെങ്കിലും എന്തെങ്കിലും സംഭവിക്കാം. രേഖ, നിർത്താനാ പറഞ്ഞത്. നിർത്താം. പക്ഷെ ഞാൻ പറയുന്ന കാര്യം രഘുവിന് അനുസരിക്കേണ്ടി വരും, സ്മൂത്ത് ആയിട്ട്. എന്ന് പറഞ്ഞാ ഞാൻ എന്ത് ചെയ്യണമെന്നാ താൻ പറയുന്നത്? അയാൾക്കൊരു 4-5 കോടി രൂപ കൊടുത്ത് എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കണം. ദാറ്റ്സ് ഓൾ. അത് കിട്ടിയാ മതി. ആ കള്ളൻ ഇവിടെ വിട്ട് പൊക്കോളും. എന്തു പറഞ്ഞടി? അത് കേട്ടപ്പോ രഘുകുഞ്ഞിന് സഹിക്കാനായില്ല. ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായി. അങ്ങനെയാ അസുഖം വന്നത്. അനുജക്കുട്ടി അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. എന്താ ഞാൻ പറഞ്ഞതിൽ തെറ്റെന്ന് അറിഞ്ഞ കൊള്ളായിരുന്നു. എവിടെ നിന്നോ വന്നൊരാളിന് ഇവിടെ വർമ്മൻ ഗ്രൂപ്പിന്റെ പരമാധികാരം. വർമ്മൻ ഗ്രൂപ്പിന്റെ യഥാർത്ഥ അവകാശിക്ക്
ഈ വീട്ടിലൊരു പുല്ലിന്റെ വില പോലും ഇല്ലാതാനും. വല്ലപ്പോഴും നിങ്ങളിൽ ഒരാൾക്ക് പനിയോ ജലദോഷമോ വരുമ്പോ ഒരു കോട്ട് വെടിപ്പിച്ച് നിങ്ങളുടെ ചേംബറിൽ രഘുവിന് കുറച്ച് സമയം കൊണ്ട് ഇരുത്തും. ബുദ്ധി വികസിക്കാത്ത യഥാർത്ഥ അവകാശിക്ക് അത് തന്നെ ധാരാളം ആവുന്നാവും വിചാരം. ഏതായാലും ഇപ്പൊ ഇതെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് രഘു ഇത് ജന്മത്ത് ചോദിക്കില്ല എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടും കോടികൾ ആസ്തിയുള്ള ഈ കമ്പനിയുടെ ഉടമസ്ഥാവകാശത്തെ പറ്റി എനിക്ക് ചോദിച്ചേ മതിയാകൂ. നിർത്തടി നിന്റെ അധിക പ്രസംഗം. ഇന്ന് കാണുന്ന ഈ വർമ്മൻ ഗ്രൂപ്പിനെ വളർത്തി വലുതാക്കിയത് നീയോ നിന്റെ വീട്ടുകാരോ നിന്റെ ഭർത്താവോ അല്ല. ദേ ഇവനാണ്, ഇവൻ ഒറ്റ ഒരാള്. അതിൽ ഇത്ര മേന്മ പറയാനൊന്നുമില്ല. വേരുള്ള ഒരു ചെടിയെ വളർത്തിയെടുക്കാൻ വളരെ ഈസിയാ. ഇടയ്ക്കൊരൽപ്പം വെള്ളവും വളവും കൊടുത്താൽ മതി, അത് താനെ അങ്ങ് വളർന്നോളും. വർമ്മൻ കമ്പനിയെ ഇദ്ദേഹം ആകാശത്തുനിന്ന് പൊട്ടിമുളപ്പിച്ചൊന്നും അല്ലല്ലോ. അത് രഘുവിന്റെ അച്ഛന്റെ അല്ലേ? എവിടെ നിന്നോ വന്ന ഇദ്ദേഹം കുറെ വർഷം നോക്കി നടത്തി. അതിനുള്ള ശമ്പളം കൊടുത്തങ്ങ് ഒഴിവാക്കണം, അത്രേ ഉള്ളൂ. ഇവിടെ ഇനി ഇദ്ദേഹത്തിന്റെ സേവനം ആവശ്യമില്ല. വേണമെങ്കിൽ ഒരു കോമ്പൻസേഷൻ എന്ന നിലയിൽ മാന്യമായി കുറച്ച് കൂടുതൽ പണം കൊടുത്ത് ഒഴിവാക്കണം. അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിലെന്താ ഇത്രയും വലിയ തെറ്റെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്ത. അതിന് നീ പറഞ്ഞതിൽ ഏത് വാക്കാടി ശരി? മുഴുവനും തെറ്റാണ്, തോന്നിവാസം. ഓ അത് ശരി. അപ്പൊ എവിടെന്നോ വലിഞ്ഞു കയറി വന്ന ഒരാളെ പറ്റി പറയുമ്പോ മധുരനിലേക്ക് നോവുന്നു. സ്വന്തം രക്തത്തിൽപ്പെട്ട രഘുവിനെയാണ് ഞാൻ എന്തെങ്കിലും പറഞ്ഞതെങ്കിൽ കാമാന്നൊരു അക്ഷരം മിണ്ടുകയില്ല. പെറ്റ മകനേക്കാൾ വലുതാണോ അമ്മയ്ക്ക് വളർത്തിയ മകൻ? രേഖ വിളിക്ക്, അലറി വിളിക്ക്. നാട്ടുകാര് കാര്യം അന്വേഷിച്ചു വരട്ടെ. അവരോട് ഞാൻ പറഞ്ഞോളാം സത്യം എന്താണെന്ന്. നിർത്തണ നിന്റെ അധിക പ്രസംഗം. അമ്മേ, അധികമാണോ ആവശ്യത്തിനാണോ എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ ആരുടെ മുമ്പിലാണെങ്കിലും പറയും. എനിക്കാരെയും പേടിക്കേണ്ട കാര്യമില്ല ഇവിടെ. ഞാൻ ഈ വീട്ടിലെ യഥാർത്ഥ മകന്റെ ഭാര്യയായ മരുമകളാണെങ്കിൽ എനിക്കും ചോദിക്കാനും പറയാനുള്ള ചില അവകാശങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതേത് കോടതിയിലും തെളിയിക്കാനും എനിക്ക് കഴിയും. അത് പുന്നാര അമ്മയും പുന്നാര ദത്തുപുത്രനും അറിഞ്ഞാൽ നന്നായിരിക്കും. ഇനി പറഞ്ഞില്ലെന്ന് വേണ്ട.